ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ നമ്മുടെ വിലാസിനി ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി ഒരു കുക്കാണ് ആൻഡ് ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. ഒരു പുതിയ വിഭവമായിട്ട് ചേച്ചി വെയിറ്റിംഗിലാണ്. അപ്പോൾ ചേച്ചിയോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ചേച്ചി ഹലോ, ഹൗ ആർ യു? സുഖാണോ? ആണ്. അപ്പം ഇന്ന് എന്താണ്, ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. പതിവില്ലാതെ ഒരു ഇത് നമ്മുടെ മത്തങ്ങ, ഇതിനെ കൊണ്ടുള്ള ഒരു പായസമാണല്ലേ, കിസ്മിസ് ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഏകദേശം അങ്ങനെ എന്തെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കുമെന്ന്. അപ്പം നമുക്ക് നേരിട്ട് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പറയാം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് പറയാം നമുക്ക്. ഓക്കെ, ഇതുപോലൊരു മത്തൻ, ഇതുപോലെ കളർഫുൾ മത്തൻ, പായസവും കളർഫുൾ ആവും. ഓക്കെ, ദെൻ തേങ്ങാപ്പാല്. എത്ര തേങ്ങയുടെ പാൽ? ഇതിന് ഏകദേശം ഒരു 1.5 മുറി തേങ്ങ. 1.5 മുറി തേങ്ങയുടെ പാല്. ശർക്കരപ്പാനി ഏകദേശം എത്രത്തോളം ഉണ്ട്? ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും. 400 ഗ്രാം ശർക്കരയുടെ പാനിയായിട്ട് ഇങ്ങനെ ഒരു കപ്പ് പാല്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഇതിന് ലാസ്റ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തേങ്ങാക്കൊത്തുണ്ട്, പിന്നെ മുന്തിരിയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുത്ത് ഒരു ഫ്ലേവർ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് ഇത് അരിപ്പൊടി. നമ്മളെ പുട്ടിന്റെ അതൊരു 2 സ്പൂൺ 3 സ്പൂണേ വേണ്ടൂ നമുക്ക്. ഓക്കെ, ടീസ്പൂൺ. അത് നമ്മൾ നോക്കിയിട്ട് ആ സമയത്ത് നമ്മൾ ഇതൊരു കുറുകാൻ വേണ്ടിയിട്ട് പാകത്തിനാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ ഇതിന് 2 സ്പൂൺ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി, ഒരു മിൽക്ക് മെയ്ഡ്. ഓക്കെ, പിന്നെ വറുക്കാനുള്ള നെയ്യ്. ഇത്രയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ മത്തങ്ങ ഫുള്ളായിട്ട് തൊലി കളയണ്ട. ഈ മത്തങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നല്ലോണം കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ശരി. ഇതൊക്കെ നേരത്തെ വീട്ടിൽ ഡെയിലി ഉണ്ടാക്കുന്നതാണോ? ഡെയിലി അല്ല, ഞങ്ങൾ സാധാരണ ശരിക്കും ഈ സാധനം ഈ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കൽ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം, അതായത് വിഷുക്കണി വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മത്തങ്ങ വാങ്ങിക്കും. അതപ്പോൾ ഇവിടെ ആരും തന്നെ ഈ വീട്ടിൽ മത്തങ്ങ കറി വെച്ചാൽ കൂട്ടൂല. അപ്പോൾ ഞങ്ങൾ ഇതൊരു പായസമാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഇത് പായസമാക്കി കൊടുത്തപ്പോൾ ഇതെന്താന്ന് ഇവർക്കൊന്നും ആർക്കും മനസ്സിലായില്ല. അപ്പോൾ പിന്നെ നമ്മളതിനെ അങ്ങനെയാണ് നമ്മൾ ട്രിക്കാണ്. പക്ഷേ ഇതൊരിക്കലും മത്തങ്ങൻ്റെ ടേസ്റ്റ് ഒന്നും ഈ പായസത്തിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ എല്ലാം ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ മത്തങ്ങാന്ന് തോന്നുകയേ ചെയ്യില്ല. കാരണം നമുക്കിത് കഴിഞ്ഞിട്ടാകുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് അറിയാം. ഞങ്ങൾ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. കുറേ ദിവസം ഞങ്ങളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കും. പിന്നെ ഒന്നും കറി വെച്ചാൽ ഇവർ ആരും കഴിക്കാത്തതുകൊണ്ട് ആദ്യം പായസം ഉണ്ടാക്കി നോക്കിയതാ. നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ മത്തൻ ഇത് ചെറിയ ചെറിയ പീസാക്കി, ഒരേപോലത്തെ കഷ്ണം വേണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ കുക്കറിലിട്ട് നന്നായി വേവിച്ച് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ചേച്ചി അരിഞ്ഞു വെച്ച ഈ മത്തങ്ങ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ് അല്ലേ ചേച്ചി? അപ്പം നമുക്ക് കുക്കറിലേക്ക് മാറ്റാമല്ലോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളം. ഇതിൽ നമുക്ക് ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഒന്നുകിൽ ഈ വേവിക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവസാനം പായസം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം. ഇത് നമ്മളിപ്പം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. ചേച്ചി വിസിലൊക്കെ അടിച്ചപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് നമ്മൾ ഇതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞ് ഇത് നമ്മൾ കുക്കറൊന്ന് തുറന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഈ മത്തൻ മാറ്റാൻ പോകും.
ഇതല്ലേ നമ്മൾ എടുക്കുന്നത്? ഓക്കെ. ബൗൾ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. മത്തന് വേവ് ഭയങ്കര കുറവല്ലേ. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് തവി വെച്ച് നന്നായി ഉടച്ച് നല്ല നല്ല ഫുൾ എല്ലാം ഉടയുന്ന വിധത്തിൽ നന്നായി ഉടച്ചു കൊടുക്കും. തവി വെച്ച് ഉടച്ചു കൊടുത്താൽ മതി. ഓക്കെ. പീസൊന്നും ബാക്കിയാക്കരുത്. ഇങ്ങനത്തെ ഇതിൻ്റെ ഈ തൊലി നമ്മൾ ഹാഫ് കളഞ്ഞതുകൊണ്ട് ആ തൊലി ഇതിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പം അത് അതുകൂടെ കൂടി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പം മത്തങ്ങ നന്നായി വെന്ത് ചേച്ചി തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചേർക്കുമല്ലേ ചേച്ചി? ചേർക്കാം. നമുക്ക് ആദ്യം എന്താ ചേർക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് ഇതിനകത്ത് കുറച്ച് ശർക്കരപ്പാനി, ആവശ്യമുള്ള ശർക്കരപ്പാനി ഒഴിക്കാം. ആവശ്യത്തിനല്ലേ? ഈ മത്തനും ഈ ശർക്കരപ്പാനി ഒഴിച്ച് ഈ മത്തനും ശർക്കരപ്പാനിയും കൂടി ഒന്ന് നന്നായി മിക്സ് യോജിച്ച് വരണം. ഓക്കെ. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നൊന്നുമില്ല? ഇതിപ്പം നമ്മൾ ഓൺ ചെയ്യുന്നില്ല. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നൊന്നുമില്ല. ഇല്ല. ഈ ഒരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മധുരം നോക്കിയിട്ടാണ്. മധുരമല്ല, നമുക്ക് ഏകദേശം മത്തന് ഒരു നമുക്ക് ഇത്ര അളവുണ്ട്. അപ്പം നമുക്ക് ഏകദേശം കണ്ടാൽ അറിയുമല്ലോ. അപ്പം ലാസ്റ്റ് നമ്മൾ ഈ മധുരം ഒന്ന് ചെക്ക് ചെയ്യും. ഒന്ന് ഒരു വെള്ളപ്പാകത്തിന് പാകത്ത് നമുക്ക് നോക്കിയാൽ കുറച്ചൊരു ഇതിന് മനസ്സിലാവും. കാരണം നമ്മൾ ഈ തേങ്ങാപ്പാലും ഇതെല്ലാം വരുമ്പോൾ ഒന്നും കൂടി അളവ് വരുമല്ലോ. അപ്പം അനുസരിച്ചിട്ട് നമ്മൾ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഈ മത്തന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ചേച്ചി നമ്മൾ ഉടച്ചു വെച്ച് മത്തങ്ങയിൽ പാനി ചേർത്ത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? ശർക്കരപ്പാനി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി ഈ ശർക്കരപ്പാനിയായിട്ട് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കത്തിക്കണം. ഗ്യാസ് ഉടയാത്തുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അല്ലേ? ഇനി എന്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്? നമ്മൾ ഗ്യാസ് ഒന്ന് അടുപ്പ് കത്തിക്കാം. ഓക്കെ. ദെൻ തീ കുറച്ച് നമ്മൾ ഇടുവാണ് കേട്ടോ. സിമ്മിലാണ് ചേച്ചി ഇട്ടിരിക്കുന്നത്. ഇനി എന്താ ചേച്ചി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്? നന്നായി ഈ മത്തങ്ങ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനം ആഡ് ചെയ്യാൻ പറ്റും. ചേച്ചി ഇതിൽ എനിക്ക് തോന്നുന്നു മത്തങ്ങയുടെ തൊണ്ടിട്ടത് കുറച്ച് തൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറുങ്ങനെ ഒരു ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പായസത്തിനകത്ത് ഒന്നും ഇല്ലാത്ത പോലെ ഉണ്ടാവില്ല. ഈ തൊണ്ടിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് അതിങ്ങനെ നമുക്ക് അത്യാവശ്യം കടിക്കാനായിട്ട് കിട്ടും. അത് ക്ലീൻ ചെയ്തപ്പോൾ ചേച്ചി തൊണ്ട് കുറച്ച് മത്തങ്ങയിൽ വെച്ചിരുന്നു. അതാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കാണാം നമുക്ക്. മത്തങ്ങ എല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ ഉടച്ചിടണം. ഓക്കെ. ഇനി എന്താ ചേച്ചി? ഇനി അടുത്തത് നമ്മൾ എടുത്തു വെച്ച പാല്, തേങ്ങാപ്പാല്. അത് ആദ്യം രണ്ടാം പാലാണ് നമുക്ക് ആദ്യം വേണ്ട. രണ്ടാമതെടുത്ത പാല് നമുക്ക് എത്രത്തോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും. അപ്പൊ നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് രണ്ടാം പാൽ. ഇതിപ്പോൾ ഒരു മത്തങ്ങൻ്റെ പകുതി ആയതുകൊണ്ട് എനിക്ക് ഇത്രയും അധികം അളവിൽ പാല് വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി രണ്ടാം പാല് നമുക്ക് എത്ര അളവ് പായസം വേണോ അത്രയ്ക്കും നമ്മൾ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ കിട്ടും. മത്തങ്ങ ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. നമ്മൾ ഈ കട്ടി വരാനായിട്ട് രണ്ടാം പാല് ചേർത്ത്. രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. മത്തങ്ങ വേവിച്ച് ഉടച്ചു. ദെൻ പാല് ചേർത്തു. പിന്നെ നമ്മൾ തേങ്ങാപ്പാല് രണ്ടാം പാൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏലക്ക, പഞ്ചസാര, ഏലക്കയും നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചു വെച്ചതല്ലേ? പൊടിച്ചു വെച്ച് ചതിക്കുക. നല്ല പൊടിയല്ല. നമുക്ക് വേണമെങ്കിൽ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ട് ചേർക്കാം. കുറച്ചുകൂടി തേങ്ങാപ്പാൽ നമുക്കിപ്പോൾ അളവ് കുറച്ചധികം പായസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് എടുത്ത പാലിനകത്ത് നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക ആദ്യം. ക്വാണ്ടിറ്റി എത്രമാത്രം നമുക്ക് പായസം വേണം നോക്കിയിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാൽ കുറഞ്ഞു പോയാൽ ഈ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ചേച്ചി ഇപ്പം ഒന്നാം പാല് ചേർത്ത് കൊടുത്തു, മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് മധുരം കുറച്ച് കുറവ് പോലെ തോന്നില്ലേ നമുക്ക്? അപ്പം നമുക്ക് ഈ ശർക്കരപ്പാനി
കുറച്ച് ആഡ് ചെയ്യാം. മധുരത്തിന് വേണ്ടിയാണ് നമ്മൾ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം നോക്കാം നമുക്ക്. മധുരമുണ്ട് ഉണ്ടോ? ആവശ്യത്തിന് മധുരം ഉണ്ട് അല്ലേ? വല്ല കട്ടി മധുരം കുറവാ ചേച്ചി? ഇപ്പം മധുരം നമ്മുടെ ആവശ്യത്തിനുള്ള മധുരമാണ് നമ്മൾ പാനി ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ മധുരം നോക്കി, അപ്പം ആവശ്യത്തിനുള്ള മധുരം ഉണ്ട്. ഒരു പായസത്തിൻ്റെ മധുരം ഉണ്ട്. മധുരം പായസത്തിന്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. ടേസ്റ്റ് വന്നിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് ഇതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് അരിപ്പൊടി. ഓക്കെ, നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. കാരണം എനിക്ക് തോന്നുന്നു കുറുക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ് നമ്മുടെ അരിപ്പൊടി. ഇനി അരിപ്പൊടി വെച്ചിട്ടാണ് ചേച്ചി അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ഒന്ന് ആദ്യം കലക്കിയെടുക്കും. ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പായസത്തിനകത്ത് ഇത് കട്ടയായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങാപ്പാലിനകത്തോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നല്ല സാധാ വെള്ളത്തിനകത്ത് ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി നമ്മൾ ഡയറക്റ്റ് ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് ഒന്നാം പാല് വേണമെന്നില്ല, രണ്ടാം പാലായാലും ചേർത്ത് ഒരു എന്താ പറയുക, ചെറിയൊരു ലിക്വിഡ് പോലെ ആക്കിയ ശേഷമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കട്ട പിടിക്കും. കട്ട പിടിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ പായസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം തിളച്ച് ഒന്ന് കുറുക്കി എടുത്താൽ മതി. ഇത് ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നോക്കി വേണം ഈ അരിപ്പൊടി കലക്കിയത് ഒഴിക്കാൻ. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പായസത്തിന്റെ ടേസ്റ്റ് അങ്ങ് പോയിപ്പോ. ഒട്ടും കൂടാനും പാടില്ല, നന്ന കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ അരിപ്പൊടി കുറുക്കിയതും കൂടെ ചേർത്തിരിക്കുകയാണ്. നമ്മുടെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് നമ്മൾ അരിപ്പൊടി കുറുക്കിയത് കേട്ടോ. എന്നിട്ട് ചേർത്തു. ഇനി എന്താ ചേച്ചി നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരിത്തിരി ഉപ്പ് വേണം നമുക്ക്. ആവശ്യത്തിന് ഉപ്പല്ലേ? ശർക്കരയിൽ ഉപ്പുണ്ടാവും, എന്നാലും ഒരു നുള്ള്. മധുരമുള്ള ഐറ്റം ആണെങ്കിലും ഉപ്പില്ലാത്തൊരു ഇല്ലല്ലോ അല്ലേ? ഉപ്പിട്ടാൽ അവിഭാജ്യ ഘടകമാണ് ഉപ്പ്. നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ചായയിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചേച്ചി എന്തായി? നമ്മൾ ഏകദേശം ഇതിന് കുറുകി വരുന്നുണ്ട്. അധികം കുറുകി ഇതിന് അരിപ്പൊടി പോരാ എങ്കിൽ നമ്മൾ ഒരു ഇത്തിരിയും കൂടി ചേർക്കണം. ഇതിപ്പോൾ പക്ഷെ തിളക്കുമ്പോഴേ അറിയൂ ഇത് കുറുകി വരുന്നത് കറക്റ്റ് ആണോന്ന്. തിളച്ചില്ല, നമ്മൾ കുറച്ചധികം ഉള്ളത് കൊണ്ട് സിമ്മിലല്ലേ ഉള്ളേ. ലാസ്റ്റ് സ്റ്റേജ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പായസം. എനിക്ക് ഒന്ന് മധുരം നോക്കാൻ വേണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി കുറച്ചുകൂടി ഒഴിക്കണം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മധുരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മധുരം എങ്ങനെയുണ്ട് അപ്പം തന്നെ പായസത്തിന്റെ രുചി കൂടെ ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോക്കട്ടെ ചേച്ചി. വന്നാ പായസത്തിന്റെ ടേസ്റ്റ്? ഇപ്പൊ ടേസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 85% ഇനി മറ്റേ നെയ്യിൽ ഈ സാധനങ്ങളെല്ലാം വറുത്ത് വരുമ്പോഴാണ് ശരിക്കുള്ള പായസത്തിന്റെ ടേസ്റ്റ് വരുള്ളൂ. ഏകദേശം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാൻ പോവുക. ഇനി നമുക്ക് ഇതിന് നെയ്യിൽ വറുത്തിടാനുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, ഈ മുന്തിരി, പിന്നെ മിൽക്ക് മെയ്ഡ് നമ്മൾ ലാസ്റ്റ് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഒരു 2 സ്പൂൺ ആഡ് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഇത് എല്ലാം എണ്ണയിൽ വറുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമുക്കൊരു ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് പായസത്തിൽ ചേർക്കാനുള്ള കിസ്മിസും തേങ്ങാക്കൊത്തെല്ലാം നമ്മൾ വറുത്തെടുക്കാൻ പോവാണ് നെയ്യിൽ. അപ്പം പാൻ വെച്ചു, നെയ്യ് ഒഴിച്ചു. ഇതെല്ലാം നമ്മൾ അതിലേക്ക് ആദ്യം നമ്മൾ തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഒരുമിച്ചിടാൻ പാടില്ല. തേങ്ങാക്കൊത്ത് ഒരു കുറച്ച് ആയി വരുമ്പോൾ ഇതും ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങാക്കൊത്ത് കുറച്ച് നേരം ഫ്രൈ ചെയ്യണം. അപ്പം ലാസ്റ്റ് നമുക്ക് ഇതിടാം. ഏകദേശം മൂത്ത് വരുമ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി.
നമ്മൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇട്ടോ. എനിക്ക് ലാസ്റ്റ് ഒരു ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പായസം ഇത്ര വരെ എടുത്ത പായസമെല്ലാം വേസ്റ്റ് ആയി. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻറ്റിയുടെ ഒരു റിക്വസ്റ്റാണ്, അഡ്വൈസാണ്, എല്ലാവരും ഇത് കരിയാതെ നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഗുണം കാണാതെ പോകും. ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു. ഏകദേശം നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും എല്ലാം നമ്മൾ നെയ്യിലിട്ട് വറുത്തെടുത്തു. ദെൻ നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യുവാണ്. കഴിഞ്ഞു ചേച്ചി. കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിനകത്ത് ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് 2 സ്പൂൺ നമുക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ചേർക്കാം. മിൽക്ക് മെയ്ഡ് ആണ്, നിർബന്ധമൊന്നും ഇല്ല, എന്നാലും ആവശ്യം അത് 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സ്വാദായിരിക്കും. ചേർക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ പായസം, വിലാസിനി ചേച്ചിയുടെ വെരി സ്പെഷ്യൽ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പായസം റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്തോട്ടെ, എടുത്ത് തരൂ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്രേക്ഷകരെ സാക്ഷിയാക്കി, വിലാസിനി ചേച്ചിയെ സാക്ഷിയാക്കി ചേച്ചിയുടെ സ്പെഷ്യൽ പായസം ചെയ്യട്ടെ. സ്മെല്ലൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു സ്പെഷ്യൽ സ്മെല്ലൊക്കെ ഉണ്ട്. മത്തങ്ങ കണ്ടപ്പോൾ ഇതുപോലൊരു വെറൈറ്റി ഒരു ഐറ്റം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വെരി സ്പെഷ്യൽ ഐറ്റം ആണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ചേച്ചി താങ്ക് യു സോ മച്ച് ഈ ഒരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നതിന്. ലേഡീസ് അവറിന്റെ ഈ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.